സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 172ാമത് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം നാളെ ശിവഗിരിയിൽ ജയന്തി സമ്മേളനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഓണാഘോഷങ്ങൾ ആവേശകരമായി പുരോഗമിക്കുന്നു. പാലക്കാട് ഇന്ന് വൈകിട്ട് അവിട്ടക്കല്ല്, തൃശൂരിൽ നാളെ കുമ്മാട്ടിക്കളി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം തീരങ്ങളിലും കന്യാകുമാരി തീരത്തും കടലാക്രമണത്തിനും സാധ്യത. വാർത്തകൾ വിശദമായി. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ 300ഓളം ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 1000-ലേറെ ആളുകളെ കാണാതായതായി സ്ഥിരീകരണം. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനലാണ് ഇക്കാര്യം അറിയിച്ചത്. റാസുവ മേഖലയിലുണ്ടായ ദുരന്തത്തിൽ 162 പേർ മരിച്ചതായും ഔദ്യോഗിക സ്ഥിരീകരണമുണ്ട്. ഘോട്ടെ കോസി നദിയുടെ പോഷക നദിയായ ലെൻഡയിലേക്ക് മഞ്ഞുമല വീണ് ഒഴുക്ക് തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് മിന്നൽ പ്രളയമുണ്ടായത്. നേപ്പാളിലെ 3 ജില്ലകളിൽ പ്രളയം വലിയ നാശം വിതച്ചു. നേപ്പാൾ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ബീഹാർ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിമാരുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിച്ചു. പ്രളയ സാധ്യതയുള്ള അതിർത്തി പ്രദേശങ്ങളിലെ പ്രാദേശിക ഭരണകൂടങ്ങൾ, ദേശീയ ദുരന്ത നിവാരണ സേന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സദാ ജാഗരൂകരായിരിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർദ്ദേശം നൽകി. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 53 മലയാളികൾ നേപ്പാളിൽ കുടുങ്ങിയതായി നോർക്ക സിഇഒ രാജേഷ് മാധവൻ. ഇവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എല്ലാ മലയാളികളും നിലവിൽ സുരക്ഷിതരാണെന്ന് എംബസിയിൽ നിന്ന് ഉൾപ്പെടെ വിവരങ്ങൾ ലഭിച്ചുവെന്നും നോർക്ക സിഇഒ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏകദേശം 53 മലയാളികളെയാണ്, ഇൻക്ലൂഡിംഗ് കുടുംബാംഗങ്ങൾ, അഡൽട്സ്, കുട്ടികൾ എല്ലാവരും ഉൾപ്പെടെ. ഈ 53 പേരുടെയും കോൺടാക്ട് നമ്പേഴ്സ് നമ്മുടെ ഉണ്ടെങ്കിലും ഡയറക്റ്റ് ഇവിടെ കോൺടാക്ട് ചെയ്യാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് ഇപ്പോൾ നിലവിൽ. പക്ഷെ നമുക്ക് എംബസി മുഖേനയൊക്കെ കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഉള്ളതായിട്ട് റിപ്പോർട്ടിലില്ല. നേപ്പാളിലെ വിവരങ്ങൾ അറിയാൻ സംസ്ഥാന സർക്കാരിന്റെ 9447111844 947132147 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. നോർക്ക റൂട്ട്സിന്റെ ടോൾ ഫ്രീ നമ്പർ 1800-425-3939 വിളിക്കാവുന്നതാണ്. 21ാം നൂറ്റാണ്ടിൽ ഉതകുന്ന രീതിയിൽ രാജ്യത്ത് ആധുനിക കായിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കായിക പ്രതിഭകൾക്ക് എല്ലാ ഘട്ടത്തിലും പിന്തുണ ലഭിക്കുന്ന സംവിധാനം രാജ്യത്തുടനീളം വികസിപ്പിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഖേലോ ഇന്ത്യ ഡയലോഗിനെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 5 മുതൽ 15 വയസ്സുവരെ പ്രായമുള്ള കായിക പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി വിപുലമായ പദ്ധതി നടപ്പിലാക്കുമെന്ന സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലെ പ്രഖ്യാപനവും പ്രധാനമന്ത്രി ആവർത്തിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ 172ാമത് ജയന്തി ആഘോഷം നാളെ. ഗുരു ജയന്തിയോടനുബന്ധിച്ച് തിരുവനന്തപുരം ചെമ്പഴന്തി ഗുരുകുലത്തിൽ നാളെ വൈകുന്നേരം നടക്കുന്ന ജയന്തി മഹാസമ്മേളനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. വി. മുരളീധരൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ശ്രീനാരായണ ദാർശനിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. മേയർ വി. രാജേഷ് അധ്യക്ഷനാകും. വൈകുന്നേരം 3 മണിക്ക് നടക്കുന്ന ഘോഷയാത്ര തിരുവനന്തപുരം നഗരസഭാ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് GS ഫ്ലാഗ് ഓഫ് ചെയ്യും. ചതയ ദിനത്തിൽ ശിവഗിരിയിൽ വിപുലമായ പരിപാടികൾ. രാവിലെ 7 മണിക്ക് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി ധർമ്മപതാക ഉയർത്തും. ജയന്തി സമ്മേളനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ധർമ്മ ചർച്ചാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി M. ലിജു നിർവഹിക്കും. വൈകിട്ട് 5-ന് ജയന്തി ഘോഷയാത്ര ആരംഭിക്കും. ശ്രീനാരായണ ഗുരു ജയന്തിയോടനുബന്ധിച്ച് നാളെ തിരുവനന്തപുരം ശ്രീകാര്യം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ നടക്കുന്ന പുഷ്പാർച്ചനയിൽ മന്ത്രി രമേശ് ചെന്നിത്തല പങ്കെടുക്കും. സാംസ്കാരിക സമ്മേളനം വൈകുന്നേരം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. ചേന്തി ശ്രീനാരായണ പുരസ്കാരം SNDP ചിറയൻകീഴ് യൂണിയൻ പ്രസിഡന്റ് C. വിഷ്ണു ഭക്തന് മുഖ്യമന്ത്രി സമ്മാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 30-ന്. പരിപാടിയുടെ 137ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നും നാളെയും കൂടി പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
സംസ്ഥാനത്ത് ഓണാഘോഷങ്ങൾ ആവേശകരമായി പുരോഗമിക്കുന്നു. ലക്ഷദ്വീപിലും ഇന്നലെ വിപുലമായ ഓണാഘോഷങ്ങൾ നടന്നു. ആരോഗ്യവകുപ്പ് സെക്രട്ടറി സോമശേഖർ അപ്പാറാവു കൊട്ടാവു കുടുംബസമേതമെത്തി കവരത്തി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾക്ക് ഓണാശംസകൾ നേർന്നു. കവരത്തി PM ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾക്ക് പ്രിൻസിപ്പൽ സദാനന്ദ യാദവ് തുടക്കം കുറിച്ചു. പോർവിളിയുടെ വീരസ്മരണകൾ ഉണർത്തി ഓണാഘോഷത്തോടനുബന്ധിച്ച് പാലക്കാട് പല്ലശ്ശനയിൽ ഓണത്തൽ അരങ്ങേറി. ഇന്ന് വൈകിട്ട് അവിട്ടത്തല്ലും നടക്കും. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇന്ന് വേട്ടക്കരുമൻ ക്ഷേത്രാങ്കണത്തിലാണ് അവിട്ടത്തല്ല് അരങ്ങേറുക. കിഴക്കുമുറി പടിഞ്ഞാറേമുറി ദേശക്കാരാണ് അവിട്ടത്തല്ലിന് അണിനിരക്കുന്നത്. തിരുവോണനാളിൽ തല്ലുമന്തത്ത് നടന്ന ഓണത്തല്ലിൽ 1 കുടി 7 കുടി സമുദായങ്ങളിലെ യോദ്ധാക്കളാണ് കച്ചകെട്ടി ഇറങ്ങിയത്. പഴയകാവ് മൈതാനിയിൽ മണ്ണാടിയാർ വിഭാഗത്തിന്റെ ഓണത്തല്ലും അരങ്ങേറി. പല്ലശ്ശനയിലെ ദേശവാസികൾ ശത്രുരാജാവിനെതിരെ യുദ്ധാരവം മുഴക്കി പടനയിച്ചതിന്റെ ഓർമ്മ പുതുക്കിയാണ് ഓണനാളുകളിൽ ഇവിടെ ഓണത്തല്ലും അവിട്ടത്തല്ലും നടക്കുന്നത്. പൊന്നാനി താലൂക്ക് ഓണം ടൂറിസം വാരാഘോഷങ്ങളുടെ ഭാഗമായുള്ള BM